പോയാലോ? ഓട്ടോ അടിച്ചു പോവാനോ? അതിനതിനാ? നിന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലേ? അല്ല, പെട്രോളൊക്കെ ഉണ്ട്. ബട്ട് നിനക്ക് കുലുങ്ങിയാല് വേറെ വേദന എടുത്താലോ? അപ്പൊ നമുക്കൊരു ഓട്ടോ പിടിച്ചു പോകുന്നതല്ലേ നല്ലത്? അയ്യാ, കുലുങ്ങിയ വേറെ എടുക്കാൻ ഞാനൊരു ഗർഭിണിയോ? അല്ല, നിന്റെ സാറ് എന്നോട് പ്രത്യേകം ഏൽപ്പിച്ചതാണല്ലോ നിന്നെ നോക്കാൻ. എന്തേൽപ്പിക്കാൻ? സാറ് മര്യാദക്ക് നോക്കി പോണെന്നല്ലേ പറഞ്ഞുള്ളൂ. ഡാഡി, നീ എന്താ പോവാത്ത? ഇതെന്താ ഈ വണ്ടി പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്ന? ഞാൻ പോവാൻ നിക്കായിരുന്നു. നീ പോയില്ലായിരുന്നോ? ഞാൻ പോവാ. എനിക്ക് കുറച്ച് ഫയൽസ് ഒക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. അല്ല, നീ എന്താ ബൈക്കിൽ പോകുന്ന? നിന്റെ കാറില്ലേ? കാറിന് ചെറിയൊരു പണി ഇട്ടേക്കുക, അത് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് ബൈക്കിലാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവർ രണ്ടുപേരെന്താ ഈ സമയത്ത് ഇവിടുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന? അല്ലടി, നീ വണ്ടി വിട്ടേക്കുന്ന ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇല്ലടി, പാർക്കിങ്ങിന്റെ സ്ഥലമൊക്കെ മാറ്റി. ഇവിടെ വണ്ടി വെച്ചാ പ്രശ്നമാണോ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ? ആണോ? എന്നാ പിന്നെ നീ പോയി വണ്ടി എടുത്തിട്ട് വാ. ഞാനിവിടെ നിന്നോളാം. എനിക്ക് വയ്യ നടക്കാൻ. ആടി, ഞാൻ പറയാൻ വരുമായിരുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ചെല്ല്. ആണോ? അങ്ങനെയാണെങ്കിൽ നീ എന്റെ വണ്ടിയിൽ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അതിന്റെ ആവശ്യമില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല ഡാനി. നീ എന്റെ വണ്ടി വന്നോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്റെ റൂമിലേക്ക് പൊക്കോളാം. പെണ്ണുപിള്ളയുടെ ആഗ്രഹം ചെറുതൊന്നും അല്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. എനിക്ക് വണ്ടി ഉണ്ടല്ലോ, ഞാൻ ഇതിൽ പൊക്കോളാം. ആണോ? എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടെ. ഒരു ചാൻസ് മിസ്സായി. ഇനിയും ചാൻസ് കിടക്കുമല്ലേ, ഞാൻ എടുത്തോളാം. നന്നായി. ഞാൻ വിചാരിച്ച് വിളിച്ചുടനെ അങ്ങ് കയറി പോകുന്നു. ഇവിടെ നിൽക്കുന്നത് എനിക്ക് സേഫ് അല്ല. എസ്കേപ്പ് ആവുന്നതാ നല്ലത്. നീ ഇനി പോയില്ലേ? സാറേ, ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. അല്ല, നീ ഒറ്റക്കാണോ? എവിടെ നിന്റെ വാലാട്ടി? അന്നയാണോ? അവിടെ നിൽപ്പുണ്ട്. ഞാനിവിടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. വണ്ടി എടുത്തിട്ട് അവളെയും പിക്ക് ചെയ്ത് ഞാനങ്ങ് പോവും. പിന്നെ പോണല്ലോ, പോവാതെ ഇവിടെ തന്നെ നിൽക്കാനാണോ നിന്റെ പ്ലാൻ? എനിക്കൊരു പ്ലാനും ഇല്ല സാറേ. ഞാനങ്ങ് പൊക്കോട്ടെ. സാറൊന്ന് വൈന്ന് മാറി തരുവാണെ എനിക്കങ്ങ് പോവായിരുന്നു. വേഗം പോവാൻ നോക്ക്. ഓക്കെ ബോസേ, ബൈ. Danny, I love you. I love you so much. ഇല്ല. ഒന്നുമില്ലടി, സ്വപ്നായിരുന്നോ? പുറത്ത് നല്ല ഇടി മിന്നലൊക്കെ ഉണ്ട്. വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. അടി, ഞാൻ കിടന്നോളാം. ഇനി സാറിന് സ്റ്റെല്ല മാഡത്തിനോട് അങ്ങനെ എന്തേലും? പോയി മിസ് കോൾ പോയി. അയ്യോ, എന്റെ ദൈവമേ. അയ്യോ, സാറിത് കണ്ടോ എന്ത് വിചാരിക്കും? മിസ് കോളോ? ഇതാരാ ഇപ്പൊ മിസ് കോൾ അടിക്കാൻ? സ്നേഹയോ? ഇവളെന്തിനാ എനിക്കിപ്പോ മിസ് കോൾ ഇടുന്ന? പണ്ടാരം പിടിക്കാൻ ഏത് നേരത്താണോ എന്തോ എനിക്ക് അങ്ങോട്ട് പ്രൊഫൈൽ എടുത്ത് നോക്കാൻ തോന്നിയത്. അല്ല, ഇവളെന്താ ഈ നേരത്തെ ഓൺലൈനില്, അതും പാതിരാത്രി 2:30? ഇനി വാട്സാപ്പില് നിൽക്കണ്ട, എന്നിട്ട് വേണം അടുത്ത കോള് പോവാൻ.
അല്ല, അവളെ എത്ര മണിക്ക് ഓൺലൈൻ ഉണ്ടായാലും എനിക്കെന്താ. ഇവളിങ്ങനെ സാരിയൊക്കെ എടുക്കുവോ? സാരി എടുത്തിട്ട് ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ട്. ആണോ? അല്ലേ എനിക്ക് എന്താ പൂസേ ഭംഗിക്കൊരു കുറവ്? ഏ, നീയോ? നീ എന്താടി ഇവിടെ? ഉം, ഇവിടെ നീ നീ എന്നാടി എന്റെ വീട്ടില്? ഏ, ഇവിടെ എവിടെ പോയി? ഓ, എനിക്ക് തോന്നിയതാണോ? ഇത് നോക്കിയതാ ഇപ്പൊ പ്രശ്നം. ഓ, അത്ര വലിയ ഭംഗിയൊന്നുമില്ല. ഇല്ല. झूम झूम दिल झूम झूम दिल झूम झूम जाए दिल झूम झूम दिल ഷിറ്റ്, എനിക്കെന്താ ഇവിടെ ഇങ്ങനെ? അവിടെ ഒരു മിസ് കോള്. നാളെ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുത്തോളാം. അല്ലടി നീ എന്താ ഇന്നലെ ഞെട്ടി എണീറ്റ? വല്ല സ്വപ്നം കണ്ടോ? ഞെട്ടിണീറ്റോ? എപ്പോ? ആയി ശരി, അപ്പൊ നീ ഉറക്കത്തിൽ പിച്ചുമ്പയും പറയുമായിരുന്നോ? ആ, ആണെന്നാ തോന്നുന്നേ. ആ, എത്തിയോ ഈരാമച്ചിയും മരപ്പെട്ടിയും? ഡേടെ നീ നൈസായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ മരപ്പെട്ടിന്ന് വിളിച്ചല്ലയോ ഇപ്പൊ കേട്ടെ? ഏയ്, ഞാൻ അങ്ങനൊക്കെ വിളിക്കുവോ? നീയെ വിളിക്കൂ. അല്ല നീ എന്താ വർക്കിന് കയറിയില്ലേ? ആ, കേറി. പിന്നെ നിന്നെ കുറെ നേരം കൊണ്ട് സാറിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്നെയാണോ? ദൈവമേ, എന്തിനാണോ എന്തോ. ഏയ്, നിന്നെ അല്ല, ഇവളെ കുറെ നേരമായിട്ട് അവിടെ സ്റ്റീഫൻ സാറ് അന്വേഷിച്ച് നടക്കുക. ഓ, അത് ശരി, സ്റ്റീഫ സാറ്. അത് പിന്നെ അന്വേഷിക്കല്ലോ. അതാണല്ലോ ഇവിടെ സംഭവിക്കുന്ന. അതെന്നാടി അങ്ങനൊരു ഡോക്ക്? ഇവിടെ എന്താ സംഭവിച്ച? ഏയ് ഒന്നുമില്ലടാ, വാ നമുക്ക് വർക്കിന് കയറാൻ ടൈം ആയില്ലേ, വാ നമുക്ക് പോവാം. ശരി, അപ്പൊ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. പറ ചിന്നമ്മ, എന്താ കാര്യം? സിനിമ നിന്റെ സോറി, ചിന്നു പറയടി, എന്താ കാര്യം? ആ, പലതും നമ്മളറിയാതെ ഇവിടെ നടക്കുന്നുണ്ടടാ. കൂട്ടൂരി കൊടുക്കുന്നു, വയറുവേദന എടുക്കുന്നു. നീ ചെന്നേ, നിന്നവിടെ ബോസ് അന്വേഷിക്കണ്ടോ? വേഗം ചെല്ലേ. ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാട്ടോ. പിന്നെ നീ എന്ത് പറഞ്ഞ? ചെന്നെ വേഗം ചെന്നേ. ഓ, ഞാൻ പോവാണേ. അല്ലടി ചിന്നു, നിക്ക്. പോയി. അവള് പോയടാ, അവൾക്ക് വേറെ വർക്ക് കാണില്ലേ? നമുക്ക് വേഗം വർക്കിന് കയറാം, നീ വാ. അല്ലടി, എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ടാടാ? അല്ല, ഈ കോട്ട് ഉരുക്കെടുക്കുമ്പോ എന്തിനാ വയറുവേദനിക്കുന്ന? നല്ല ബെസ്റ്റ് ഡൗട്ട്. പറയടി, കോട്ട് ഉരുക്കെടുക്കുമ്പോ എന്തിനാ വയറുവേദനിക്കുന്ന? അത് മോർണിംഗ് വാ, ചേച്ചി പറഞ്ഞുതരാം. ദൈവമേ, ഇനി അങ്ങേരെ ഞാനിങ്ങനെ ഫേസ് ചെയ്യും. ഇന്നലെ ഞാൻ ആ ടൈമിലെ വിളിച്ചത് അങ്ങേര് എന്ത് വിചാരിച്ചു കാണും? ദൈവമേ, കാത്തോളണേ. ദൈവമേ, ബോസ് ഇങ്ങേരെ ക്യാബിലോട്ടേക്ക് കേറുമ്പോ കണ്ടാ മതി എന്ന് വിചാരിച്ച, ഇതിപ്പോ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ല. എന്നതാടി നിന്നാലേക്കുന്ന? ലിഫ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് കേറാൻ നോക്ക്. ആ സാറേ, ഞാൻ കേറാം. നോക്കി നിൽക്കാതെ കേറി വേണ്ട അങ്ങോട്ട്. देखा हजारों दफा आपको फिर बेकरारी कैसी है. ആ ബെസ്റ്റ്, അങ്ങേരുടെ മേലാണോ അവിടെ ചെന്ന് വീണ? ഇനിയിപ്പോ എനിക്ക് കിട്ടാണത് കിട്ടിക്കോളും. സോറി സാർ. ഇതുവരെയും അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. ചിലപ്പോ അങ്ങനെ കണ്ടു കാണില്ല, അതായിരിക്കും. ഇവളെന്തിനാ എന്നെ തുറച്ചു നോക്കുന്ന?
ഇവളെന്താ ഉറങ്ങുവാണോ? അത് ശരി, പാതിരാത്രി 2-2:30 വരെ ഫോണിൽ കുത്തി കളിച്ചിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങുവാ. കാണിച്ചു തരാടി. ഡി അടക്ക കുരുവി, എഴുന്നേക്കുടി. ആ എഴുന്നേക്കാം, ഒരു 5 മിനിറ്റ്. ഇവളിത് ഡി അയ്യോ സാറേ, ഞാൻ അറിഞ്ഞോണ്ടല്ല, ഞാൻ നിങ്ങളുടെ സ്വപ്നം കണ്ടതാ. നിങ്ങളുടെ സ്വപ്നം കണ്ടപ്പോ അത് ഒന്നുമില്ല സാറേ, ഞാനിപ്പോ എന്തോ ആലോചിച്ച് എന്തോ ഒരു സ്വപ്നം കണ്ടതാ. നിനക്ക് കിനാവ് കണ്ട് കുത്തിരിക്കേണ്ട സ്ഥലമല്ല ഇത്, അതിന് വേറെ സ്ഥലം നോക്കണം. സോറി സാർ, അത് ഞാൻ വർക്ക് ചെയ്ത് തളർന്നപ്പോ ഒന്ന് മയങ്ങി പോയതാ. എങ്ങനെ മയങ്ങാതിരിക്കും? രാത്രി 2-2:30 മണി വരെ ഫോണിനാണല്ലോ കുത്തിരിപ്പ്. ഓഹോ, അപ്പൊ കണ്ടല്ലേ, കാണാത്ത പോലെ നടിക്കുമായിരുന്നു. അല്ലടി, നിനക്കെന്താ രാത്രി 2-2:30 വരെയൊക്കെ ഫോണിലെ പരിപാടി? നിനക്ക് ലേറ്റ് നൈറ്റ് വർക്കൊന്നും ഇല്ലല്ലോ. എന്താടി ഒന്നും മിണ്ടാത്ത? നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? അത് 2:30 എന്റെ ബോയ് ഫ്രണ്ട് കോൾ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ, എടുക്കാൻ പറ്റോ? ആ, ബോയ് ഫ്രണ്ടോ? ആ അതെ സാറേ, ഞാൻ ബോയ് ഫ്രണ്ടിന് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോ സാറിന് അറിയാതെ മിസ് കോൾ വന്നതാ, സോറി. അപ്പോ നീയല്ലേ അന്ന് പറഞ്ഞ? അന്ന് ഞാൻ എന്ത് പറഞ്ഞു? അല്ല, ഒന്നുമില്ല. നിന്റെ ബോയ് ഫ്രണ്ടിനൊക്കെ രാവിലെ വിളിക്കണം, അല്ലാതെ പാതിരാത്രി വിളിച്ചിട്ട് ഇവിടെ കിടന്നിപ്പോ ഉറക്കം തൂങ്ങുമല്ല വേണ്ടേ. ആ ഓക്കെ ഓക്കെ, ഇനി ഞാൻ വിളിക്കാൻ പറയാം. അല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറിന് എന്താ ഒരു നെറ്റിലൊന്നുമില്ലാത്ത? ഞാനെന്തിനാ നെട്ടുന്ന? നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായത് വല്ല അന്താരാഷ്ട്ര കാര്യമാണല്ലോ. അല്ല, സാറിന് വേണ്ടേ ഒരു ഗേൾ ഫ്രണ്ട്? അല്ല, ഈ സ്റ്റെല്ല മാഡത്തിന് സാറിനോട് ചെറിയൊരു ചായവുണ്ടല്ലോ, അപ്പോ സാറിനൊന്ന് നോക്കിക്കൂടെ? നിന്നെ പോലെ ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും വിളിച്ചോണ്ടിരുന്നാ എനിക്കിവിടെ എന്റെ വർക്കൊന്നും നടക്കത്തില്ല. നീ ആദ്യം നിന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്ക്, പിന്നെ ആവാം ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും. പിന്നെ നിനക്ക് ഉറങ്ങണമെങ്കിൽ വീട്ടിലിരിക്കണം, ഇവിടെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. മര്യാദക്ക് നിന്റെ വർക്ക് ചെയ്യാൻ നോക്ക്. നീ ഇത് എന്തായി കാണിക്കുന്ന? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യം? നിക്ക് സാറേ, ഞാൻ പറയട്ടെ. സാറെന്തിനാ ഇങ്ങനെ വിയർക്കുന്ന? ആര് വിയർത്ത്? ഞാൻ വിയർത്തിട്ടൊന്നുമില്ല. ഇല്ല, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. സാറിന് സ്റ്റെല്ല മാഡത്തിനെ ഇഷ്ടമാണോ? എനിക്കാരും ഇഷ്ടമല്ല. നീ ഒന്ന് മാറി നിക്ക്. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ നിനക്ക് അറിയണ്ട, വേഗം പറഞ്ഞു തുറക്ക്. ഒന്നുമില്ല. അപ്പൊ സാറിന് സ്റ്റെല്ല മാഡത്തിന് ഇഷ്ടമല്ല അല്ലേ? എനിക്ക് ആരും ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നീ എന്റെ ബൗണ്ടറീസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ ബൗണ്ടറീസ് ആരും ക്ലോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ നിങ്ങളുടെ ബൗണ്ടറീസ് ക്ലോസ് ചെയ്യാൻ വന്നതൊന്നല്ല, ഈ ടൈ ഒന്ന് ടൈറ്റ് ആക്കാൻ വന്നതാ. എന്റെ ടൈ ശരിയാക്കാൻ എനിക്കറിയാം. ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതിനെന്തിനാ നീ ഇടപെടുന്ന? ഹേർട്ട് വല്ലാതെ ഇടിക്കുന്നുണ്ടല്ലോ ബോസേ. നീ ആരുടെ ഡോക്ടറോ എന്റെ ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ? നീ ചെന്ന് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഹേർട്ട് ചെക്ക് ചെയ്താൽ മതി. ചെന്നിടിക്കാതെ ഞാൻ തന്ന ഇമെയിൽ ആദ്യം പോയി കംപ്ലീറ്റ് ചെയ്ത് നോക്കടി. ഓക്കെ സാർ. തന്റെ വയറുവേദന കുറവുണ്ടോ? പെയിനുണ്ടെങ്കിൽ ഇന്ന് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. ഇല്ല സാറേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്നേഹയും എന്നോട് വരണ്ടെന്ന് പറഞ്ഞതാ. ബട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. പിന്നെ തനിക്ക് എന്നെ മുമ്പ് പരിചയമുണ്ടോ? താൻ ആരും പേടിച്ച് കള്ളമൊന്നും പറയണ്ട.
താൻ സത്യം പറയണം. തനിക്കെന്നെ മുമ്പ് പരിചയമുണ്ടോ? ഇല്ല സാർ, നമ്മള് ഇവിടെ നിന്നല്ലേ പരിചയപ്പെടുന്ന. ഉറപ്പാണോ? ആ ആ അതെ. അല്ല, സാറെന്താ ഇപ്പോ അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല. എന്നാ പിന്നെ താൻ പൊക്കോ. നിനക്കെന്നെ നന്നായിട്ട് അറിയാന്ന് എനിക്കറിയാടി. പയ്യെ ഞാനത് മനസ്സിലാക്കിക്കോളാം. ഓ, ഈ ഹാർട്ട് എന്തിനാ ഇങ്ങനിട്ട് ഇടിക്കുന്ന? യെസ്, കമിങ്. ഓ, ഇവളിവിടെ ഉണ്ടായിരുന്നോ? ഡാനി, നീ ഇന്ന് ബൈക്കിലാണോ വന്നത്? നിന്റെ കാറ് റെഡിയായോ? അടുത്ത പ്ലാൻ കൊണ്ട് വന്നതാണെന്നാ തോന്നുന്നു. ബൈക്കിൽ ഡാനി സാറിന്റെ കൂടെ പോവാനുള്ള പ്ലാൻ ആയിരിക്കും. അത് കാറിന് നല്ല പണിയിട്ടേക്കോ. അതിന് റെഡിയാവാൻ ഒരു 1 week എങ്കിലും എടുക്കും. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാൻ ഡാനി. ഇവക്കെന്താ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? എന്ത് ചെയ്യാനാ സാറേ, മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് പണ്ടേ ഉണ്ടെന്നേ. നീ എന്തിനാണ് ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നെവിടെ അതിന് ആരെങ്കിലും ക്ഷണിച്ചോ? സോറി മാഡം, ഞാൻ മാഡത്തിന് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചു പോയി. അല്ല സാറെ, ഇത്തിരി തവണ റിജക്ട് ചെയ്തിട്ടും പിന്നെയും സാറിന്റെ കൂടെ പോവാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതിനും വേണം ഇത്തിരിയൊക്കെ നാണം. ഇവിടുത്തെ മനുഷ്യന് നാണം കെടുത്താൻ. ഡാനി, ഞാൻ പിന്നെ വരാം, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. സാറിനോട് താങ്ക്സ് ഒന്നും പറയുന്നില്ലേ? താങ്ക്സോ? എന്തിന്? നിങ്ങളെ ഒരു ബോർ ബൈക്ക് റൈഡിന്ന് ഞാൻ രക്ഷിച്ചില്ലേ? അല്ല, നീ എന്തിനാ എന്നെ രക്ഷിക്കുന്ന? നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനെ രക്ഷിച്ചാ പോരെ? ഞാനത് ചുമ്മാ പറഞ്ഞത് സാറേ. എനിക്ക് ബോയ് ഫ്രണ്ട് ആക്കാനല്ലേ സാറ് നിൽക്കുന്ന. പിന്നെ വേറെന്തിനാ വേറൊരു ബോയ് ഫ്രണ്ട്? तेरे माथे पे बिंदिया, तेरी आँखों में काजल है, तमन्ना हमें तुम्हें खुद हम सजाए. നിക്കടി, ആരടി നിന്റെ ബോയ് ഫ്രണ്ട്? നിങ്ങളെന്നാ പേടിക്കണ്ട. എന്നാ പിന്നെ കാണാം. ഞാനൊരു കോഫി കുടിച്ചിട്ട് തരാം. ബൈ. ഇവളിത് അല്ല സാറേ, ഇതെന്താ നിങ്ങള് ഞങ്ങളുടെ കൂടെ കോഫി ഒക്കെ കുടിക്കുന്ന? അതെ, നോർമലി സാറും സ്റ്റീഫ സാറും ഒക്കെ ഒരുമിച്ചല്ലേ കുടിക്കുന്ന. ബോസ്, ഞാൻ നേരത്തെ കോഫി കുടിച്ചു പോയാലോ. നിങ്ങൾ വരുന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കില്ലായിരുന്നു. അതിന് നിന്നോട് ആര് പറഞ്ഞു നേരത്തെ ചെന്ന് കോഫിക്ക് കുടിക്കാൻ? കിട്ടിയല്ലോ. അല്ല ഡാനി, നീ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ? നീ പറഞ്ഞല്ലോ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് കോഫി എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കാന്ന്. എന്താ കാര്യം? അത് നമ്മുടെ കമ്പനിയുടെ ന്യൂ കൊളാബറേഷന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് ബേസ്ഡായിട്ട് നമ്മുടെ കമ്പനി 2 day ഓഫ് ആയിരിക്കും. കമ്പനി ഓഫോ? അതെന്തിനാ? കമ്പനി ഓണായി പ്രവർത്തിക്കല്ലേ വേണ്ട? ഇല്ല, ഇതൊരു ലോങ് ടേം കോൺട്രാക്ട് ആണല്ലോ, അതുകൊണ്ട് 2 day കമ്പനി ഓഫ് ആയിട്ടിരിക്കണമെന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് വന്നായിരുന്നു. ആണ് സാറേ. അപ്പോ 2 day നമുക്ക് ലീവ് ആയിരിക്കോ? അങ്ങനെയാണെ 1-2 ദിവസം നാട്ടിൽ പോയി വരായിരുന്നു. യെസ്, 2 day കമ്പനി ഓഫ് ആയതുകൊണ്ട് 2 day നിങ്ങൾക്ക് ലീവ് ആയിരിക്കും. സോ നാട്ടിൽ പോകേണ്ടവർക്ക് നാട്ടിൽ പോവാം. പിന്നെ വർക്ക് ചെയ്യാനുള്ളത് മുടങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് കുറച്ച് വർക്ക് തരും, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ശരി, നാട്ടിൽ പോയി എൻജോയ് ചെയ്യാൻ വിചാരിക്കുമ്പോ അതിന്റെ വില വർക്ക്. പിന്നെ സ്നേഹ, തനിക്ക് കുറച്ച് എക്സ്ട്രാ ഡീലിങ്സ് ഉണ്ട്. സോ കുറച്ച് അഡീഷണൽ വർക്ക്സ് മാനേജ് ചെയ്യാനുണ്ടാവും. ഇതിനാ പ്രതീക്ഷിച്ചു. സോ എല്ലാവർക്കും കൊടുക്കുന്നതിലും കുറച്ച് അഡീഷണൽ വർക്ക് നിനക്കുണ്ടാവും. അതുകൊണ്ട് നിനക്ക് നാട്ടിൽ പോകാൻ വല്ല പ്ലാൻ ഉണ്ടേ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നെയും കൊണ്ട് പോവും. നീ വിഷമിക്കണ്ടടി, നാട്ടിൽ പോയില്ലെങ്കിൽ എന്താ, നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കാന്നേ. ഞാൻ കുറെ അടിച്ചു പൊളിക്കും. സാരെന്തിനാണോ എന്നെ ഇങ്ങനെ നോക്കുന്ന? പിന്നെ സ്റ്റീഫ, നീ ഇവരൊക്കെ ഇവർക്ക് വേണ്ടുന്ന വർക്ക് ഏൽപ്പിക്കണം.
സ്നേഹക്കുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം. ആ ഓക്കേടാ, ഞാൻ കൊടുത്തോളാം. സോ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ നാളെയോ മറ്റന്നാളെയും 2 ഡേ നിങ്ങൾക്ക് ഓഫ് ആയിരിക്കും. നാട്ടിൽ പോകുന്നവർ നാട്ടിൽ പോയിട്ട് 2 ഡേ ഉള്ളിൽ ഇവിടെ എത്തണം. നിങ്ങൾക്ക് അഡീഷണൽ ലീവ് ഒന്നുമില്ല. ആ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവരും പൊക്കോളും. ആ താങ്ക് യു സാർ. അല്ല, എവിടെ പോവാ? ഇപ്പൊ തന്നെ വീട്ടിൽ പോകാനുള്ള പ്ലാൻ ആണോ? ഞാൻ നിങ്ങളോട് ചെന്ന് വർക്ക് ചെയ്യാനാ പറഞ്ഞ. ഓ അങ്ങനെയായിരുന്നല്ലേ, സോറി സാർ. മൂഞ്ചി അല്ലേ? ഞാൻ മാത്രല്ല, നിങ്ങളെല്ലാരും മൂഞ്ചി. വാ, ചെന്ന് വർക്ക് ചെയ്യാം. സ്റ്റീഫ, നീ നാളെ ഫ്രീ ആണെങ്കിൽ ഒന്ന് സ്റ്റുഡിയോ വരെ പോവോ? അതെന്ത് പറ്റി? നോർമലി നീയാണല്ലോ സ്റ്റുഡിയോയിലേക്ക് പോവാറ്. സ്റ്റുഡിയോയില് രാവിലെ നേരത്തെ പോണം, എന്നാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എനിക്കാണെ രാവിലെ ഒന്ന് അമ്പലം വരെ പോകേണ്ട ആവശ്യമുണ്ട്. അമ്പലത്തിലോ? അതെന്ത് പറ്റി പെട്ടെന്നൊരു അമ്പലത്തിൽ പോക്ക്? അത് നാളമ്മയുടെ നാളാടാ, അതുകൊണ്ട് ഒന്ന് പോയി തൊഴുതിട്ട് വരാന്ന് കരുതി. ആഹാ, ആന്റിയുടെ പിറന്നാളാണോ? അപ്പോ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ബോസിന്റെ ബർത്ത്ഡേ ആണോ? അഡ്വാൻസ് വിഷസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ നാളെ എന്തായാലും നീ സ്റ്റുഡിയോയിൽ പോണം, മറക്കണ്ട. ആടാ, അതിനാ പൊക്കോളാം. നീ നാളെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് തൊഴുതിട്ടൊക്കെ വാ. ഓഹോ, അപ്പൊ നാളെ സാറിന്റെ ബർത്ത്ഡേ ആണല്ലേ? ഡിഡി, നീ എന്താടി ഇവിടുന്ന് ചെയ്യുന്ന? ഒളിഞ്ഞു നോക്കുന്നോ? ബെസ്റ്റ്. അത് ഞാനിവിടെ നല്ല കുളിച്ചും പിടിക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. മാഡത്തിന് കാണണോ? വാട്ട്? നേരത്തെ നീ എന്നെ വല്ല നാണം പഠിപ്പിക്കാൻ വന്നല്ലോ. നിനക്കുണ്ടോടി ഇച്ചിരി നാണം? കൾച്ചറസ് ഫെല്ലോ. ഇതിനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും മിണ്ടാതിരിക്കുന്നതാ. എന്താടി, എന്താ നീ പറഞ്ഞ? വാട്ട്? എന്താ ഇത്? എന്താ ഇവിടെ? അത് ഡാനി ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്തു? സ്നേഹ, ഷട്ടപ്പ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വർക്കൊന്നുമില്ലേ? ഡാനി, അത് ഇവിടുന്ന് ഒളിഞ്ഞു. മതി, 2 ഡേ കമ്പനി ഓഫ് ആണല്ലോ. അപ്പോ ഇന്നത്തെ വർക്ക് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്ക് രണ്ടാളും. കിട്ടേണ്ടത് കിട്ടിയപ്പോ മാഡത്തിന് സമാധാനായി കാണല്ലോ അല്ലേ? നിനക്ക് മാത്രം കിട്ടിയിരുന്നേ എനിക്ക് സമാധാനായനെ. ഇപ്പൊ എനിക്കും കിട്ടിയല്ലോ. അതുകൊണ്ട് എനിക്കിത്തിരി സമാധാനമുണ്ട്. ഓടി. വാട്ട് ഇഡിയറ്റ്. ഇതാരാണാവോ ഈ സമയത്ത്? ഡാനിയാണല്ലോ. ഹലോ. ആഹാ, ആരിത്? നിനക്ക് അമ്മയൊക്കെ ഓർമ്മയുണ്ടോടാ? അമ്മക്ക് സുഖല്ലേ? ഓ, ഇവിടെ അമ്മക്ക് സുഖാണോ സുഖമില്ലോ എന്ന് അന്വേഷിക്കാനൊന്നും നിനക്ക് സമയമില്ലല്ലോ. അത് ശരി, ഇതിപ്പോ അമ്മക്ക് വിളിച്ചതായോ പ്രശ്നം? ഇവിടെ ഞാന് ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ നിനക്ക് ഇങ്ങോട്ട് വിളിച്ചൂടെ? നീ നാട്ടിലോ വരുന്നില്ല, എന്നാ നിനക്ക് സമയം കിട്ടുമ്പോ ഒന്നിങ്ങോട്ട് വിളിക്കാലോ. അമ്മ, ഞാനത് കമ്പനിയിൽ നല്ല വർക്ക് ബിസിയായി പോയി, അതുകൊണ്ട് ടൈം കിട്ടാറില്ല. ഓ, വലിയ ടൈം. ഒരു 5-10 മിനിറ്റ് അമ്മക്ക് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾക്കൊന്നും ഇപ്പൊ സമയമില്ല അല്ലേ? അല്ലെങ്കിലും നിങ്ങളൊക്കെ വലിയ ആളായി പോയില്ലേ? എന്റെ പൊന്നമ്മ ഒന്ന് നിർത്ത്. ഞാൻ തല്ലുകൂടാൻ വേണ്ടി വിളിച്ചതല്ല. അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ നാളെ. ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വരെ വിളിച്ചതാ. ആഹാ, എന്റെ പൊന്നുമോന് അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെക്കാൻ സമയമുണ്ടോ? ഇതേ അമ്മ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇപ്പോ വർക്ക് കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചപ്പോ അവിടുന്ന് പ്രഷറാണോ? മോനെ ഡാനി, നീ എപ്പോഴാടാ ഇങ്ങോട്ടേക്ക് വരുന്ന? അമ്മ എത്രയായി നിന്നെ കണ്ടിട്ട്? അമ്മ, അതെനിക്ക് ലീവ് ഇല്ലാത്തോണ്ടല്ലേ. എന്റെ കമ്പനിക്ക് ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. ആ കൊളാബറേഷൻ സക്സസ് ആയാൽ എനിക്ക് 1 വീക്ക് ലീവ് കിട്ടും. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വരും. ആ 1 വീക്ക് ലീവും എക്സ്ട്രാ ലീവ് എടുത്തിട്ട് ഞാൻ അപ്പൊ തന്നെ നാട്ടിലേക്ക് വരും, ഉറപ്പ്. നീ ആദ്യം ഇങ്ങോട്ടേക്ക് വാ. നീ ഇവിടെ എത്തിയിട്ട് ഇനി ഞാൻ വിശ്വസിക്കുന്നുള്ളൂ നീ വരുന്ന കാര്യം. ഓ ശരി. അല്ല, എന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നിന്റെ കൂടെ പഠിച്ച ദീദിനില്ലേ, അവനും അവന്റെ അമ്മയൊക്കെ ഇന്നിവിടെ വന്നായിരുന്നു. ആഹാ, അവൻ നാട്ടിലെത്തിയോ? അല്ല, അവനെന്തിനാ അങ്ങോട്ടേക്ക് വന്നാ? അവൻ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. അടുത്ത ബുധനാഴ്ച അവന്റെ കല്യാണം വിളിക്കാനാ അവരിങ്ങോട്ടേക്ക് വന്നത്. ആണോ? എന്നിട്ട് അമ്മ പോകുന്നില്ലേ കല്യാണത്തിന്? മോനെ, ഇപ്പഴും കൊച്ചു കുട്ടിയെന്നാണോ നിന്റെ വിചാരം?
നിന്റെ കൂടെ പഠിച്ച എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞല്ലോ. നിനക്ക് കല്യാണം വേണ്ടേ? നീ സന്യാസം ചെയ്ത് ജീവിക്കാൻ പോവാണോ? അമ്മ, ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിന് ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. സമയാവട്ടെ. സമയായ നിങ്ങൾ കാണിച്ചിരുന്ന പെൺകുട്ടിയെ ഞാൻ കെട്ടിക്കോളാം. പോരെ? ഞങ്ങള് കാണിച്ചിരുന്ന കുട്ടിയെ തന്നെ കെട്ടണമെന്ന് ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കുന്നില്ലല്ലോ. നിന്റെ മനസ്സിലങ്ങനെ ആരെങ്കിലും അത് പറ, നമുക്ക് അത് നോക്കാം. ഹലോ മോനെ ഡാനി, കേൾക്കുന്നുണ്ടോ? അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. എടാ എന്ത് പറ്റി? ഞാൻ പറയുന്ന കേക്ക്. ഹലോ ഡാനി. ഓ, അപ്പേക്കും കട്ട് ചെയ്തോ? അതെങ്ങനെ? പിള്ളേരെയാ കുറച്ച് അനുസരണയൊക്കെ വേണം. ഇങ്ങനെ കെട്ടാതെ ആരവിടുന്ന് മൂത്ത് നിറച്ച് പോകത്തേ ഉള്ളൂ. എനിക്ക് ബോയ് ഫ്രണ്ട് ആക്കാനല്ലേ സാറ് നിൽക്കുന്ന. പിന്നെ വേറെന്തിനാ വേറൊരു ബോയ് ഫ്രണ്ട്? നിങ്ങൾക്ക് പിന്നെ എന്താ ഇഷ്ടം? എന്നെ ഇഷ്ടാണോ? ये शौक ये शरारत ये